ആരും പേടിക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെ തൊടയിലൊന്നും അട്ട കയറിയിട്ടില്ലായിരുന്നു. അതിൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. പിന്നെ നമ്മളൊരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ വന്ന് എല്ലാവരും അവരവരുടെ കാലുള്ള അട്ടയൊക്കെ പിടിച്ച് കളയുമായിരുന്നു. എൻ്റെ ഷൂവിലൊക്കെ ലക്ഷക്കണക്കിന് അട്ടകളാണുള്ളത്, തള്ളുമല്ല സത്യം. പിന്നെ ദാ ഈ കാണുന്ന ചോരപ്പാടുകളിലൊക്കെ ഇല്ലേ, അത് മറ്റാരുടെയല്ല, എൻ്റെ തന്നെയാണ്. പിന്നെ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ലക്ഷ്മി. ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയോ? എൻ്റെ ഷൂ കൊണ്ടുപോയി എൻ്റെ ഷൂവിനകത്തുള്ള എല്ലാ അട്ടകളെയും പറക്കിക്കളയാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ഇല്ലേ, അതാണിത്. പിന്നെ ഞാൻ എൻ്റെ കാലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അട്ടയെല്ലാം പിടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ കാലിലും മാത്രമല്ല എല്ലാവരുടെ കാലിൽ നിന്നും ചോര നന്നായിട്ട് ഒഴുകുന്നുണ്ട്. ചിലരുടെ കാലിലൊക്കെ അട്ടയെന്നൊക്കെ പറഞ്ഞാൽ അത്ര അട്ടയുണ്ട്. പിന്നെ ഞാൻ എന്താ ഒരു പേപ്പറൊക്കെ എടുത്ത് എൻ്റെ ചോരയെല്ലാം തുടച്ച് കളഞ്ഞിട്ടാണ് ഞാൻ അഫ്നാൻ്റെ കാല് ശ്രദ്ധിക്കുന്നത്. അവിടെ നോക്കിയപ്പോഴത്തേനും അട്ടയൊക്കെ ചോരയൊക്കെ കുടിച്ച് വീർത്ത് അതിന് ബിരിയാണി കിട്ടിയ സന്തോഷമായിരുന്നു അട്ടയുടെയൊക്കെ മുഖത്ത്. പക്ഷെ നമ്മൾ പേടിക്കണം, നമ്മൾ ഉപ്പിട്ട് അപ്പോഴേ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അൻസിയുടെ കാല് നോക്കിയപ്പോൾ അതാ കണ്ടില്ലേ, അട്ടയൊക്കെ ഇങ്ങനെ ചോരയൊക്കെ കുടിച്ചിങ്ങനെ സന്തോഷിച്ച് അങ്ങോട്ട് അർമാദിച്ച് നടക്കുകയാണ്. ഹായ് ഗൈസ്, ഹായ് ഗൈസ് അല്ല ബൈ ഗൈസ്. ഇപ്പോൾ ഒത്തിരി അട്ടയെല്ലാം കടിച്ച് ചോരയൊക്കെ വന്ന് എൻ്റെ വയറ്റിൽ ഇല്ല, എനിക്കിനി വയ്യ. അങ്ങനെ നമ്മൾ നമ്മുടെ അട്ടയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ സ്കൂട്ടായി നമ്മൾ പഴയ സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പോവാണ്. അപ്പോഴാണ് നമ്മൾ പലരുടെ കാലിലുള്ളയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇത് ബാസിൽ, ഇവൻ ബാക്കിയുള്ളവരുടെ കാലിൽ അട്ടയെ ഫുള്ള് പറക്കി കൊടുത്തു. എന്നിട്ട് സ്വന്തം കാലിൽ നോക്കാൻ മറന്നുപോയി, സ്വന്തം കാലിൽ അട്ട കടിച്ച് നശിപ്പിച്ച് വെച്ചേക്കാണ്. ഇത് മറ്റൊരു ലേഡി സൂപ്പർ സ്റ്റാർ, ഇവൾ അഫ്നാൻ. ബാക്കിയുള്ളവരുടെ കാലിൽ അട്ടയെ പറക്കുന്ന സമയത്ത് ഇവൾ അവളുടെ കാലിൽ നോക്കാൻ മറന്നുപോയി. ഇത് സൗഫി, അട്ട കടിച്ച് കരയുന്നവരെ കളിയാക്കിയ മുതലാണ്. ഇപ്പം എന്താ LKG പിള്ളേരെ പോലെ ഇരുന്ന് മോങ്ങണ്. ഇത് പളനിയണ്ണൻ, പളനിയണ്ണൻ എന്നില്ലായിരുന്നു എനിക്ക് അറിയത്തില്ല, ഫാനാക്കി കളഞ്ഞ്. ഈ കാണുന്ന മലയെന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ആ കുത്തനെയുള്ള കയറ്റം, ആ കുത്തനെയുള്ള ഇറക്കം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തെത്തി. അവിടെ നമുക്ക് നാടകം അവതരിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ കയറി. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.